ഹായ്, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ രാജ്യം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ മഹാജനാധിപത്യ പ്രക്രിയയ്ക്ക് ശേഷം എക്സിറ്റ് പോൾ ചർച്ചകളാണ് രാജ്യം. 2014-ലും 2019-ലും നിന്ന് വ്യത്യസ്തമായ ഒരു തരംഗസമാന സാഹചര്യമില്ലാത്ത സാധാരണ തെരഞ്ഞെടുപ്പ് എന്ന നറേറ്റീവിനെ അട്ടിമറിക്കുകയാണ് പുറത്തു വന്ന എക്സിറ്റ് പോൾ സൂചനകൾ. പോളുകളുടെ ഒരു ശരാശരി എടുത്താൽ 360 സീറ്റുകളോടെ NDA മോദിക്ക് ഹാട്രിക്കാണ്. മോദി 3.0. ഏറെ പ്രതീക്ഷകൾ മത്സരിച്ച ഇന്ത്യ സഖ്യം 200 കടക്കുമെന്ന് പോലും പ്രധാനപ്പെട്ട സർവേകൾ പറയുന്നുമില്ല. വിശ്വസിക്കാമോ പ്രവചനങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ക്രിസ് ക്രോസ് സഞ്ചരിച്ച നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ, പാർട്ടി പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ചേരുന്ന പ്രത്യേക എൻകൗണ്ടറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രവചനം കൃത്യമോ? അപ്പോൾ ആദ്യം ആർ രാധാകൃഷ്ണൻ, നിതിൻ അംബുജൻ, അലക്സ് റാം മുഹമ്മദ് ആന്ധ്രാപ്രദേശിൽ നിന്ന്, ഷഫീദ് റാവുത്തർ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറയാൻ, ബൽറാം നുരങ്ങാടി യുപിയിലുണ്ട്, ശ്രീനാഥ് ചന്ദ്രൻ മഹാരാഷ്ട്രയിൽ, ദീപക് നർമ്മൺ, അരുൺ പൂപ്പറമ്പ, എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നൊപ്പം രാഷ്ട്രീയ നിരീക്ഷകർ ശ്രീത് പണിക്കർ, നിസാം സെയ്ദ് എന്നിവർ ആദ്യഘട്ടത്തിൽ ചേരുകയാണ്. അത് ഞാൻ ആർ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു. ആർക്കെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകുന്നു. ഇന്ത്യ സഖ്യം ഉണ്ടാകാനിടയുള്ള ചട്ടലംഘനങ്ങളെ കുറിച്ച് അവർ ആശങ്കപ്പെടുന്നു. എന്താണ് ഈ ബാലറ്റ് വോട്ടുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തൊട്ടു പിന്നാലെ BJP സംഘം പോയി ഇലക്ഷൻ കമ്മീഷനെ കാണുന്നു. എക്സിറ്റ് പോളിന്റെ ഒരു ഷോക്കർ എന്ന് വിളിക്കാവുന്ന എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെ? ഹാഷ്മി, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഏത് വിധത്തിലാണെങ്കിലും ശരി, രണ്ട് പക്ഷത്തിനും അങ്ങനെ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. നമ്മൾ രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് അവർ പറയുന്നത് ഈ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തങ്ങൾക്ക് ആഹ്ലാദമുണ്ടെങ്കിലും നടന്നിരിക്കുന്ന അവരുടെ സംഘടനാപരമായിട്ടുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ ചിലത് ഈ പുറത്തു വന്ന ഫലങ്ങളുമായി യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ചൂണ്ടിക്കാട്ടുന്ന ചില സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്: രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചടികൾ ഈ സംഘടനാപരമായിട്ട് തന്നെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ വന്ന സർവേകളിൽ ആ വിധത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അവർക്ക് അത് വിശ്വസിക്കാൻ അല്പമെങ്കിലും പ്രയാസമുള്ള ഒരു സാഹചര്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഏത് അവസ്ഥയെയും നേരിടാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്ലോർ മാനേജ്മെന്റിന് തയ്യാറായി നിൽക്കാനാണ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അധ്യക്ഷൻ JP നദ്ദയുമായും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശയവിനിമയം അടക്കമുള്ളവ നടന്നിരിക്കുന്നത്. ചെറിയ പാർട്ടികളെ, പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുന്ന നടപടികൾ അടക്കമുള്ളവ ആലോചിക്കുന്നു BJP. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് BJP ക്യാമ്പിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ പ്രതീക്ഷയുടെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ 250-ന് മുകളിലേക്ക് സീറ്റ് ലഭിക്കുമെന്ന് BJP കരുതുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് മുൻപ് ഉണ്ടാക്കിയതുപോലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർക്കാരിലേക്ക് പോകണമെങ്കിൽ പിന്തുണ കൂടുതൽ വേണ്ടിവരും എന്നൊരു നിഗമനമാണ് BJPക്ക് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നീക്കങ്ങൾ നടക്കുന്നത്. മറുവശത്ത് ഇന്ത്യ മുന്നണി ക്യാമ്പിലും ഇന്നലെ ഉണ്ടായ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അവർ ആ വിധത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണ് എന്ന് പ്രതീതിയാണ് ഇന്ന് ഇന്ത്യ മുന്നണിയും നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് എക്സിറ്റ് പോൾ അല്ല, അത് മോദി പോളാണ്, അത് എന്താണ് ഫാന്റസി പോളാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ അതേപോലെ പ്രതീക്ഷാ നിർഭരമാണ് ഇന്ത്യ സഖ്യം എന്ന ഒരു പ്രതീതി പുറത്തേക്ക് വിടുകയാണ് ഇന്ത്യ സഖ്യ ക്യാമ്പ്. ഞാൻ നിതിൻ അബുജയിലേക്ക് പോകും. നിതിൻ, ബംഗാളിൽ ഈ പറയുന്ന BJPയുടെ എല്ലാവിധ നീക്കങ്ങൾ, സന്ദേശ് പ്രശ്നം ഉണ്ട്, CAA പ്രശ്നം വെച്ചുള്ള BJPയുടെ മുന്നേറ്റങ്ങളെ, അതൊരു ബംഗാൾ വിരുദ്ധ പാർട്ടിയാണ്, ബംഗാൾ അഭിമാനം ഒക്കെ ചെറുക്കാൻ കഴിയും, ഒരു പരിധിവരെ ചെറുത്തു മമത. TMC എന്നുള്ളതായിരുന്നു നറേറ്റീവ് എങ്കിൽ മൊത്തമുള്ള എത്രയാണ് 42 സീറ്റിൽ 23 സീറ്റുകൾ വരെ BJP പിടിക്കും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേ ഫലം. അത് TMCയെ ഞെട്ടിക്കുന്നുണ്ടോ? BJPയുടെ പ്രതികരണം എന്താണ് നിതിൻ? അഷ്മി, BJPയുടെ പ്രതികരണം വന്നിരിക്കുന്നത് 23 അല്ല 25-ലധികം സീറ്റുകൾ നേടുമെന്നാണ്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ തേരോട്ടമുണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷമുണ്ടായ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി കഥകളായാലും ശരി, അതോടൊപ്പം തന്നെ CAA കൂടാതെ സന്ദേശ് അടക്കമുള്ള വിഷയങ്ങൾ, ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ സ്ത്രീ വോട്ടർമാർക്കിടയിൽ BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 25-ലധികം സീറ്റാണ് BJP ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് BJP നേതാക്കളും പ്രതികരിക്കുന്നത്. അതേസമയം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഈ സർവേ എല്ലാം തന്നെ എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും
തള്ളുകയാണ്. കാരണം ഇപ്പോഴത്തേത് മാധ്യമങ്ങളുടെ ഒരു വഴിതെറ്റിക്കാനുള്ള ശ്രമം മാത്രമല്ല 2016, 19, 21 ഈ കാലങ്ങളിൽ നടന്ന എക്സിറ്റ് പോൾ പ്രവചനം അത് പൂർണ്ണമായും തെറ്റിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ തൃണമൂൽ കോൺഗ്രസ് ദിവസമായിരിക്കും. വലിയ ആഘോഷം തന്നെയായിരിക്കും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദേശ് കാലി വിഷയം നേരത്തെ ബിജെപി മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പിന്നീട് സന്ദേശ് കാലിയിൽ അവസാന ഘട്ടത്തിൽ വന്ന ഈ വെളിപ്പെടുത്തൽ അത് യഥാർത്ഥത്തിൽ തങ്ങൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ CA അടക്കമുള്ള വിഷയം അത് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷ ഈ ബിജെപി വെച്ചു പുലർത്തുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ 2021 ശേഷം സംസ്ഥാനത്ത് കാര്യമായ നേട്ടം ബിജെപിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും പോയാൽ ഒരുപക്ഷെ അത് ബിജെപിക്ക് അനുകൂലമാകുന്ന ഒരു ഘടകം കൂടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഈ പ്രവചനാതീതം എന്ന നിലയിൽ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ജനവിധി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2021 സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല എടുത്തു പറഞ്ഞ ഒരു കാര്യം 2014 ബിജെപിക്ക് 2 സീറ്റാണെങ്കിൽ അന്ന് 2019 എത്തുമ്പോൾ അത് 18 ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിജെപി ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. അല്ല നിതിൻ, അവിടെ ബംഗാളിൽ അവർ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പലയാവർത്തി വന്നു. ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏതെങ്കിലും സീറ്റുകൾ നഷ്ടമാവുകയാണെങ്കിൽ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടി തിരിച്ചുപിടിക്കൽ അതിനനുസൃതമായി ഇൻവെസ്റ്റ്മെന്റ് ബിജെപി അവിടെ നടത്തി, വലിയ പ്രചരണം അവിടെ നടത്തി എന്ന് പറഞ്ഞാൽ TMCക്ക് മുകളിലേക്ക് ബിജെപി ബംഗാളിൽ വരുന്നു എന്ന് പറയുന്നത് മമതയ്ക്ക് ചിന്തിക്കാവതാണോ നിതിൻ? ആഷ്മി, ഒരു കാലത്തും മമതാ ബാനർജിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് 2014 മോദി തരംഗത്തിൽ പോലും 2 സീറ്റിൽ ഒതുങ്ങിയ ഒരു സംസ്ഥാനമാണ് ബംഗാൾ. പിന്നീട് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ പോലും ഒരു കാരണവശാലും ബിജെപി തൃണമൂൽ കോൺഗ്രസിന് മുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നൊരു രാഷ്ട്രീയ സാഹചര്യമുള്ളത്. ഇനി അഥവാ ആ ഒരു നിലയിൽ തന്നെ ഈ എക്സിറ്റ് പോൾ പ്രവചനം അത് യാഥാർത്ഥ്യമായാൽ നമുക്കറിയാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലൊരു ബംഗാൾ രാഷ്ട്രീയത്തെ ഗതി മാറ്റുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തേരോട്ടം ബിജെപി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ബിജെപി സംസ്ഥാനത്ത് വലിയ തേരോട്ടം ഉണ്ടാക്കിയില്ലെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങൾ നൽകിയത്. എന്താണ് അവിടെ മമതാ ബാനർജി പറയുന്നത് ജൂൺ 4-ാം തീയതി ആഘോഷിക്കാൻ പോകുന്നത് TMC തന്നെയാണെന്ന് മമത ആവർത്തിക്കുന്നു. അതേസമയം തന്നെ ബംഗാളിൽ ബിജെപിക്ക് വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എക്സിറ്റ് പോൾ സർവേ പ്രവചനങ്ങൾ. എന്തായാലും ജൂൺ 4 വരെ കാത്തിരിക്കണം. ജൂൺ 4-നെ ഈ എക്സിറ്റ് പോളാണോ അതുമായി എക്സാക്ട് പോളുമായി ബന്ധം എന്താണ്, എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുക എന്നൊക്കെ ജൂൺ 4-ന്റെ രാജ്യത്തിൻ്റെ ആകാംക്ഷ. ഞാൻ അലക്സ് റാം മുഹമ്മദിലേക്ക് പോകുന്നു. അലക്സ് ആന്ധ്രാപ്രദേശിലാണ്. അലക്സ്, അവിടെ YSRCPക്ക് പരമാവധി ഒരു 3-4 സീറ്റ്, അവിടെ കോൺഗ്രസ് വട്ടപൂജ്യമാണ്. BJPക്ക് 22 സീറ്റുകൾ അല്ലെങ്കിൽ 23, 25, 22, 23 ഒക്കെ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ സർവേകളുണ്ട്. ആന്ധ്രാപ്രദേശിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി. നേരത്തെ ഞാൻ ഇതിനോട് ചോദിക്കുന്നത് പോലെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും 100 മാർക്ക് വാങ്ങിയ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ക്ഷീണമുണ്ടാവുകയാണെങ്കിൽ ആന്ധ്ര അടക്കം മെയിൻറ്റെയിൻ ചെയ്യും, അല്ല ആന്ധ്രയിലടക്കം അത് നികത്തും എന്നുള്ളതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം, പ്രഖ്യാപിത നയം. എന്താണ് ആന്ധ്രയുടെ ഒരു രാഷ്ട്രീയ വൈബ് അലക്സ്? ഹാഷ്മി, ആ ആഗ്രഹം അത്ര കണ്ട് വിജയിക്കുമെന്ന് കരുതുന്നില്ല. കാരണം ആന്ധ്രയുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനോടകം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് പ്രധാനമായി TDP നേതൃത്വം നൽകുന്ന NDA സഖ്യം, NDAക്കൊപ്പമാണ് TDPയും അതുപോലെ BJPയും ഒപ്പം പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും. ആന്ധ്രയിൽ അവർ 25 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ തന്നെ 17 സീറ്റുകളിൽ മത്സരിക്കുന്നത് തെലുങ്കുദേശം പാർട്ടിയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയാണ്. 7 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷ ദുഗ്ഗബട്ടി പുരന്തേശ്വരി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ 6 സീറ്റുകളാണ് അവർ മത്സരിക്കുന്നത്. 17 സീറ്റുകളിൽ TDP മത്സരിക്കുന്നു, 2 സീറ്റുകളിൽ ജനസേന പാർട്ടി മത്സരിക്കുന്നുണ്ട്. തെലങ്കാനയിൽ 17 സീറ്റുള്ളതിൽ 17 സീറ്റുകളിലും തനിച്ചു മത്സരിക്കുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ പാർട്ടി. അതായത് കോൺഗ്രസ് തനിച്ചു മത്സരിക്കുന്നുണ്ട്, അതുപോലെ BJP തനിച്ചു മത്സരിക്കുന്നുണ്ട്, ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയും തനിച്ചു മത്സരിക്കുന്നുണ്ട്. നേരത്തെ ആന്ധ്ര വിഭജിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നത് ആന്ധ്രാപ്രദേശാണ്. 42 സീറ്റുകൾ ഇവിടെ നിന്ന്. അതിൽ തന്നെ ഏതാണ്ട് 37-38 സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പിച്ചിരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അത് വിഭജിച്ച് ആന്ധ്രാപ്രദേശ് മാറിയതിനു ശേഷമാണ് 25 സീറ്റുകളിലേക്ക് മാറുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില എക്സിറ്റ് പോളുകൾ ഏതാണ്ട് 20, 22, 23 സീറ്റ് വരെയൊക്കെ TDP സഖ്യത്തിന്, NDA സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ജഗൻമോഹന്റെ YSRന് പ്രവചിക്കുന്നത്. പക്ഷേ അത് അത്ര കണ്ട് വർക്കൗട്ട് ആകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം റൂറൽ മേഖലയിലുള്ള സീറ്റുകളിൽ ജഗൻമോഹന്റെ വലിയ തേരോട്ടം ഉണ്ടാകും എന്നാണ് ആന്ധ്രാക്കാർ പൊതുവെ പറയുന്നത്. കാരണം ആ മേഖലയിലായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പാവങ്ങളുടെ ഇടയിലേക്ക് പണം എത്തിക്കുക എന്നുള്ളത് ഡയറക്റ്റ്ലി അദ്ദേഹം ചെയ്ത പരിപാടിയാണ്. മാത്രമല്ല
സ്ത്രീകൾക്ക് വിവിധതരം പദ്ധതികൾ നടപ്പാക്കി സംസ്ഥാനത്ത് അവരെ കയ്യിലെടുത്തിട്ടുണ്ട്. മൈനോറിറ്റിയെ ജഗൻമോഹൻ റെഡ്ഡി കയ്യിലെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ആ റൂറൽ മേഖലയാകെ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒപ്പം നിൽക്കും. പക്ഷേ അർബൻ മേഖല, അതായത് നഗരമേഖല മാറി ചിന്തിക്കും, അത് TDPക്ക് ഒപ്പം നിൽക്കും എന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. YSR കോൺഗ്രസ് തനിച്ചു തന്നെ 25 സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര കണ്ട ആത്മവിശ്വാസത്തിലാണ് അവർ. അതേസമയം തന്നെ YSRനെ എതിരിടാൻ ആ കുടുംബത്തിൽ നിന്ന് തന്നെ YS ശർമിള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശർമിള YSRന്റെ കുടുംബ സീറ്റായ കടപ്പയിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് എത്ര കണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തർക്കമാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 1.17%, BJPയുടെ വോട്ട് ശതമാനം 0.17%, പ്രധാനപ്പെട്ട കാര്യമാണ്. ജനസേനയാണ് അതിൽ അല്പം മെച്ചം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത്. പക്ഷേ കഴിഞ്ഞ തവണ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു പല പാർട്ടികളും മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അവർ ഒരു സഖ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ മുന്നേറ്റം, അതായത് ഒരു 50-50 ചാൻസ് ആണ് നിലവിൽ TDP സഖ്യത്തിനും YSRനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രവചിക്കപ്പെടുന്നത്, ഗ്രൗണ്ട് ലെവൽ പ്രവചിക്കപ്പെടുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രാദേശികമായ ചില പോളുകൾ അലക്സ് പറയുന്നത് പോലെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആക്സിസ് മൈ ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട നമ്മൾ രാജ്യം ഉറ്റുനോക്കിയിരുന്ന എക്സിറ്റ് പോളുകൾ മിക്കതിലും ഒട്ടുമിക്ക എല്ലാത്തിലും ആന്ധ്രാപ്രദേശിലടക്കം BJPക്ക് വലിയ മുന്നേറ്റമാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശും ബംഗാളും നമ്മൾ ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുന്ന ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സംസ്ഥാനങ്ങളാണ്. ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ എത്തും. അതിനു മുൻപ് ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ പുറത്തു വന്നതിൽ നേതാക്കളുടെ പ്രതികരണമുണ്ട്. അതിൽ രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും പ്രതികരണം ശ്രദ്ധേയമാണ്. അതിലേക്ക് ഒന്ന് പോകാം. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. എക്സിറ്റ് പോളുകൾ ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത്. ശ്രീ നിസാം സെയ്ദ്, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവർ ഈ ചർച്ചയിൽ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. അത് ഞാൻ നിസാം സെയ്ദ്, ഇവിടെ രാഹുൽ ഗാന്ധി അതിനെ പൂർണ്ണമായി പുച്ഛിച്ചള്ളുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് മോദി പോളാണ്, അത് ഒരു വില വെക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ KC വേണുഗോപാൽ പറയുന്നു ഇത് അവിശ്വസനീയമാണ്. അഥവാ ഈ എക്സിറ്റ് പോൾ പറയുന്ന പോലാണ് കാര്യങ്ങളെങ്കിൽ ആ ഫലം ഒരുപക്ഷെ മാനിപ്പുലേറ്റഡ് ആണ് എന്ന സൂചന നൽകുന്നു. അതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണോ നിസാം സെയ്ദ്? എക്സിറ്റ് പോളുകളെ സ്വാഭാവികമായും തള്ളിക്കളയുന്ന ഒരാളല്ല ഞാൻ. എക്സിറ്റ് പോളുകൾ നമ്മുടെ വ്യക്തിനിഷ്ഠമായ അനുഭവസിദ്ധമായ നിരീക്ഷണങ്ങളെക്കാൾ, വിലയിരുത്തലുകളേക്കാൾ ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ പരിശോധിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഈ പുറത്തു വന്ന എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് എന്നെ സംശയാലുവാക്കുന്നത് അത് കേരളത്തെ സംബന്ധിച്ച് നടത്തിയ ചില നിരീക്ഷണങ്ങളാണ്. ഇന്ത്യ ടുഡേ, ആക്സിസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഞാൻ കണ്ടു. അതിനകത്ത് പ്രദീപ് ഗുപ്ത പറയുന്നത് എല്ലാ എക്സിറ്റ് പോളുകളിലും കേരളത്തിൽ ഏതാണ്ട് 3 മുതൽ 5 സീറ്റുകൾ വരെയാണ് BJPക്ക് നൽകുന്നത്. ഈ ഇന്ത്യ ടുഡേ എക്സിറ്റ് പോളിൽ പ്രദീപ് ഗുപ്ത പറയുന്നത് തിരുവനന്തപുരം there is a tough competition between Shashi Tharoor and Rajiv Chandrasekhar. Shashi may be a few points ahead, maybe a couple of points ahead. But in Attingal and Thrissur, BJP is positioned very comfortably. ആറ്റിങ്ങലിൽ BJP വളരെ ഈസിയായി വിജയിക്കും എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോളിനെ സ്വാഭാവികമായും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ 2% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ LDFും BJPയുമായി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മൈന്യൂട്ടായി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. മാത്രമല്ല ചില ഫിഗേഴ്സ്, ഇപ്പോൾ ഹരിയാനയിൽ NDAക്ക് 12 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന ചില സർവേകൾ ഉള്ള സീറ്റുകൾ ശരിയാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളില്ല എന്നല്ല. പക്ഷേ നിസാം സെയ്ദ് ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 10-38 സർവേകൾ വരുന്നുണ്ടെങ്കിൽ കൂടി പ്രധാനപ്പെട്ട 10-15 സർവേ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നുപോലും ഈ പറയുന്ന അതിൻ്റെ ഇപ്പോൾ NDAക്ക് നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന സീറ്റുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിലും അതിലൊന്നുപോലും 200 മുകളിലേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം പറയുന്നില്ലെന്ന് മാത്രമല്ല 400 മുകളിലേക്ക് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന 3 സർവേകളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 12 സർവേകളുടെ ശരാശരി എടുത്താൽ 360 ആണ് NDAയുടെ. അപ്പോൾ എല്ലാ സർവേകളും ഒരുപോലെ ഈ പറയുന്ന മട്ടിൽ പ്രശ്നമുള്ള സർവേകളാകുമ്പോൾ നിസാം സെയ്ദ് പ്രശ്നമുള്ളതാണെങ്കിൽ എല്ലാ സർവേകളെയും വിലക്ക് മേടിച്ചു എന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷേ എൻ്റെ പ്രശ്നം സർവേകളുടെ അടിസ്ഥാനം, സർവേകളുടെ വസ്തുനിഷ്ഠത എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ സർവേകൾ വസ്തുനിഷ്ഠമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ അനുഭവമുണ്ട്,
കർണാടകത്തിലും കേരളത്തിൽ, തമിഴ്നാട്ടിൽ 5 സീറ്റുകൾ വരെ BJP വിജയിക്കുന്നു പറഞ്ഞു. പക്ഷേ കോയമ്പത്തൂരില്ല. കോയമ്പത്തൂരാണ് BJP ഏറ്റവും വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ്. തിരുനെൽവേലിയും കന്യാകുമാരിയും ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ കർണാടകത്തിലെ ഫലം നമ്മൾക്ക് അത്ഭുതമുണ്ടാക്കുന്നതാണ്. കർണാടകത്തിലെ ഒരു ഗവൺമെന്റിനെ കുറിച്ച് പൊതുവെ നല്ല വിലയിരുത്തലാണുള്ളതെന്ന് പറയുന്നു. സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 2000 രൂപ അവരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇങ്ങനെ ഒട്ടേറെ വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കിയ ഒരു ഗവൺമെന്റ്. മാത്രമല്ല പ്രജ്വൽ രേവണ്ണ വിഷയത്തിൽ BJP വലിയ ആ സഖ്യം കൊണ്ടാണ് BJP വലിയ തിരിച്ചടി നേടുന്നു എന്ന് പറയുന്നു. KS ഈശ്വരയ്യെ പോലുള്ള ആളുകൾ അവിടെ റിബലായി മത്സരിക്കുന്ന സാഹചര്യം. ഇതൊക്കെ ഉണ്ടായിട്ടും കർണാടകത്തിൽ BJP മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഈ സർവേകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കാലത്ത് BJP നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു നരേറ്റീവ് സൃഷ്ടിച്ചിരുന്നു. കാരണം നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് പരമാവധി സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ആ പരമാവധി സീറ്റുകളിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടങ്ങൾ ദക്ഷിണേന്ത്യയിലെ പുതുതായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് നികത്താൻ കഴിയും എന്നൊരു നരേറ്റീവ് BJP നേരത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു. ആ നരേറ്റീവിനെ അടിസ്ഥാനമായി ആ നരേറ്റീവിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീജിത് പണിക്കർ, ഇവിടെ കുറെ ആനന്ദ് എന്ന് പറയുന്ന 1-2 ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ഫാക്ച്വലായി ഉണ്ടായ തെറ്റുകൾ കുറേയധികം ചൂണ്ടിക്കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ അത് ഫാക്ച്വൽ എറർ തന്നെയാണ്, അക്കത്തൊക്കെ ഉള്ള എററാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെയും ആ എററുകളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ആർക്കാണ്? അത് ഒന്നുപോലും ഏതെങ്കിലും ഒരു എറർ പോലും ഇന്ത്യ സഖ്യത്തെ അനുകൂലമായ എറർ ഉണ്ടാവുന്നില്ല. ആ എറർ ഉണ്ടാകുന്നതൊക്കെയും NDAക്ക് അനുകൂലമായ എററുകളാണ്. പോട്ടെ, അത് എററുകളാണെന്ന് വെക്കാം. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് BJPക്ക് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്നത് ആ സർവേകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലപ്പൊക്കത്തിൽ നിൽക്കുന്ന, നമ്മളെല്ലാവരും സീരിയസ് ആയി കാണുന്ന സർവേ ആണല്ലോ. ആ സർവേയിൽ BJPക്ക് കേരളത്തിൽ 27% വോട്ട് ഷെയർ ഉണ്ടാകുന്നു. അത് 16-ൽ നിന്നൊക്കെ 27-ലേക്ക് കുത്തനെ ഉയരുന്നു. 1 മുതൽ 3, 4 സീറ്റുകളൊക്കെ വരെ കിട്ടാൻ പോകുന്നു. 18-ലടക്കം വിജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പ്രശ്നം സർവേയിലില്ലേ ശ്രീജിത് പണിക്കർ? അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ എററുകളെല്ലാം NDA സഖ്യത്തിന് അനുകൂലമല്ല. ഇപ്പോൾ ലൈവ് മിന്റ് എന്ന് പറയുന്ന പത്രം അവരെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഏതോ ഒരു സർവേ പ്രകാരം തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 13 സീറ്റ് എന്നെന്തോ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നത് 9 സീറ്റുകളിലാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അഡീഷണൽ 4 സീറ്റ് എന്ന് പറയുന്നത് അവിടെ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനാണ്. അപ്പോൾ എറർ എന്ന് പറയുന്നതൊക്കെ ഇതിൽ ഉണ്ടാവുന്നതാണ്, സ്വാഭാവികമാണ്. അതിനെയൊക്കെ തന്നെ അവിടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഓരോ സർവേയുടെയും ഇഴകീറി ഓരോ മണ്ഡലത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്ന ഇതിൻ്റെ ഒരു മീഡിയൻ എടുക്കുക എന്ന രീതിയിലത്തേക്ക് നമ്മൾ പറയാറുണ്ട്. ഈ പോൾ ഓഫ് പോൾസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും ആധികാരികതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്ന പോളിംഗ് ഏജൻസികൾ നടത്തുന്ന സർവേകളെല്ലാം കൂടി എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ആവറേജ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ ആവറേജ് പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ തെറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കുറച്ചുകൂടി വിശ്വസനീയമായിട്ടുള്ള ഒരു പിക്ചറാണ് തരുന്നത്. അപ്പോൾ ആ ആവറേജ് നോക്കുന്ന സമയത്ത് പോലും BJP അല്ലെങ്കിൽ NDAക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ നിസാം ഇവിടെ സംസാരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യം, ഈ എക്സിറ്റ് പോളുകളുടെ ആധികാരികത അല്ലെങ്കിൽ ആ എക്സിറ്റ് പോളുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ച് വിലയ്ക്ക് വാങ്ങി എന്ന രീതിയിലത്തേക്ക് പറയാം എന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ശ്രീ KC വേണുഗോപാൽ ആണെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും പറയുന്നത് ആ രീതിയിലാണ്. പക്ഷെ ഇവിടെ എന്തിനിത് വാങ്ങണം എന്നുള്ള ഒരു ചോദ്യമില്ലേ? അതായത് വോട്ടെല്ലാം പെട്ടിയിലായി കിടക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഹാഷ്മി അല്പം മുമ്പ് പറഞ്ഞതുപോലെ എക്സാക്ട് പോൾ എന്താണ് എന്നുള്ളത് അറിയാം. അപ്പൊ ഈ 2 ദിവസത്തേക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ആർക്കെങ്കിലും ഈ എക്സിറ്റ് പോൾ സ്വാധീനിച്ചത് കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപുള്ള ഘട്ടത്തിൽ ഒരു ഒപ്പീനിയൻ പോളാണ് ഉണ്ടാകുന്നത്. ഒരു അഭിപ്രായ സർവേയെ സ്വാധീനിക്കാനായിട്ട് പണം കൊടുത്ത് നമുക്ക് സ്വാധീനിച്ചാൽ ആൾക്കാരുടെ ചിന്താഗതിയാണ് അത് സ്വാധീനിക്കുന്നത്. അല്ല ശ്രീജിത് പണിക്കർ, ഇവിടെ ഏത് വിധേനയും ഇലക്ഷൻ ജയിക്കാൻ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ സ്റ്റെപ്പ് പോലും പിഴച്ചു പോകാത്ത രീതിയിൽ പ്ലാൻ ചെയ്യുന്ന BJPക്ക് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇത്തരത്തിൽ വലിയ തോതിൽ ഇന്ത്യ സഖ്യം അപ്രസക്തമായി എന്ന തരത്തിലുള്ള സന്ദേശം പുറത്തേക്ക് കൊടുക്കുക, വോട്ടെണ്ണൽ ദിവസം അവരുടെ ബൂത്ത് ഏജന്റുമാരെ ബൂത്തുകളിലേക്ക് എത്താൻ കഴിയാത്ത വണ്ണം അവരുടെ മനോവീര്യം കെടുത്തിക്കളയുക. എന്തിനാണ് ഇന്ത്യ സഖ്യം NDA സഖ്യം വലിയ ഭൂരിപക്ഷം ജയിക്കുമ്പോൾ നമ്മൾ പോയിരിക്കണോ, എന്തായാലും തോക്കാൻ പോവാണ് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക തുടങ്ങിയ സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ആണെന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ്. ശ്രീജിത് പണിക്കർ, അതൊന്നും ഒരു ചർച്ചയിൽ പോലും പറയാൻ കഴിയുന്ന വാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ ഹാഷ്മി. ഒന്നാമത് കാരണം റൂൾസ് ഓഫ് ദ ഗെയിം അനുസരിച്ചിട്ടാണല്ലോ ഈ കളിയെല്ലാം നടക്കുന്നത്. അപ്പൊ ആ കളി അനുസരിച്ചിട്ട് തന്നെയാണ് കോൺഗ്രസ് ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ബിൽഡിംഗ് പോലെ എല്ലാ റൂളും അനുസരിച്ച് നമ്മൾ പോയി എന്നിട്ട് തോറ്റതിന് ശേഷം ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആത്യന്തികമായിട്ട്
ആൾക്കാർ ചെയ്യുന്ന വോട്ടാണ്, അത് നമ്മൾ വോട്ട് എണ്ണൽ നടക്കുന്ന സമയത്താണ് ഇത് അറിയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആരെയെങ്കിലും സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ല. ആ സപ്പോസ് ടു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ പോൾ സർവേ ആണ് സ്വാധീനിക്കുന്നത് എങ്കിൽ അതിന് ഗുണമുണ്ട് എന്നെങ്കിലും പറയാം. ഒന്ന്. രണ്ട്, ഇതിൽ അല്പം മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് കേരളത്തിലെ പോളുകളിൽ ഇതുപോലെ BJPക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോൾ ഓഫ് പോൾസ് എടുത്തു കഴിഞ്ഞാൽ BJPയുടെ ആവറേജ് എന്ന് പറയുന്നത് കേരളത്തിൽ 1 സീറ്റാണ്. പരമാവധി നമുക്ക് പറയാൻ പറ്റുന്നത് അതിന്റെ ഒരു ദശാംശ കണക്കുകൂടെ എടുത്തു കഴിഞ്ഞാൽ 1 to 2 ആണ്. ചില സർവേകൾ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ 3 അല്ലെങ്കിൽ 4 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് എല്ലാം തന്നെ ഏതോ ഒരു സർവേ 0 to 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 to 2 എന്ന് പറയുന്നത് കുറച്ചുകൂടി സംഭവ്യമാണ് എന്ന നിലയ്ക്കാണ് നമ്മൾ എല്ലാവരും തന്നെ ഒരുപക്ഷെ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിൽ 3 സീറ്റ് എന്നുള്ളതോ 4 സീറ്റ് എന്നുള്ളതോ അല്ല. അത് ടുഡേസ് ചാണക്യ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ വേറൊരു ട്രിക്ക് ഉണ്ട് ഹാഷ്മി. അതായത് ടുഡേസ് ചാണക്യ പൊതുവെ ഏറ്റവും കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു പോൾസ്റ്ററാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് NDAക്ക് 400 ±15 എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നത് 50 സീറ്റ് ±10 എന്തോ പറയുന്നുണ്ട്. അവരാണ് പറയുന്നത് കേരളത്തിൽ BJPക്ക് 4 ±3. അപ്പൊ അത് സംഭവ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 സീറ്റ് വരെ BJPക്ക് കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു ഏജൻസിയുടെ ഒരു വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ അവരുടെ മുൻപുള്ള ഫലപ്രവചനങ്ങളെല്ലാം ഏറെക്കുറെ ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരു കാര്യം കൂടി പറയാം. അതായത് വെൽഫെയർ പൊളിറ്റിക്സിനെ പറ്റി ശ്രീ നിസാം പറഞ്ഞു. അതായത് കർണാടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, വെൽഫെയർ സ്കീമുകളെ പറ്റി പറഞ്ഞു, സൗജന്യ യാത്രയെ പറ്റി പറഞ്ഞു. അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭരണം കിട്ടി കുറച്ച് നാളിനുള്ളിൽ ആൾക്കാർക്ക്, ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഭരണം നടത്തിയിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഈ രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഡൽഹിയാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായിട്ട് നിയമസഭയിൽ തൂത്തുവാരി ജയിക്കുമ്പോൾ പോലും ലോക്സഭയിലേക്ക് 7 ഡൽഹിക്കാർ കൊടുക്കുന്നത് BJPക്ക് ആയിരുന്നു. അതും 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് പലപ്പോഴും ജയിക്കുന്നത്. അപ്പൊ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്ക് ആര് പോകണം, രാജ്യം ആര് ഭരിക്കണം, അവിടെ സുസ്ഥിരമായിട്ടുള്ള സർക്കാരിനെ ഉണ്ടാക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്നതും നമുക്ക് വേണ്ടുന്ന ടൈപ്പിലുള്ള പൊളിറ്റിക്സ് സംസ്ഥാന തലത്തിൽ ഉണ്ടാകേണ്ടത് അത് നൽകുന്നത് ആരാണ് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കഴിയുന്നുണ്ട്. ശരി ഞാൻ ഇവിടെ നമ്മൾ ഈ BJPക്ക് 27% പറയുന്ന ഏതെങ്കിലും ഒരു സർവേ അല്ല, അത് ആക്സിസ് മൈ ഇന്ത്യ ആയതുകൊണ്ടാണ് അത് എടുത്തു പറയേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളോടും നമ്മളല്ലാതെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ BJPക്ക് 27% ഇവിടെ പ്രവചിച്ച സർവേ ആണല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ അവർ ആശ്വസിക്കുന്നു. ഞാൻ തിരികെ എത്താം നമ്മുടെ മറ്റു റിപ്പോർട്ടർമാരിലേക്കും അതിഥികളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. NDAക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾക്ക് ശേഷം രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ എന്ത്, രാജ്യത്ത് നടക്കുന്ന കണക്കുകൂട്ടൽ എങ്ങനെയാണ്, മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്ന 2 മണിക്കൂർ എൻകൗണ്ടറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഷഫീദ് റാവുത്തർ തുടരുന്നു തിരുവനന്തപുരത്ത്. ഷഫീദ്, ഇവിടെ 1 മുതൽ സാധാരണഗതിയിൽ കഴിഞ്ഞ കീഴ്വഴക്കം നമ്മൾ കണ്ടത് 0 മുതൽ 2 അല്ലെങ്കിൽ 0 മുതൽ 4 എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഇത്തവണ അത് ചരിത്രത്തിലാദ്യമായി 0 എന്നൊരു ഫിഗർ ഉള്ളത് ഒറ്റ പി മാർക്കിന്റെ സർവേയിൽ മാത്രമാണ്. ബാക്കി എല്ലാ സർവേയിലും BJPക്ക് ഇവിടെ 1 മുതൽ 3, 1 മുതൽ 4 എന്നതിലൊക്കെയാണ്. ഏറ്റവും കൂടുതൽ പ്രവചനം 4 ആണ്. അത് ആക്സിസ് മൈ ഇന്ത്യ ആണ്. അതിൽ 1 ഒഴിച്ച് 3 എണ്ണം, ഇപ്പോൾ തൃശ്ശൂർ ഒഴിച്ച് തിരുവനന്തപുരം ആവട്ടെ, ആറ്റിങ്ങലാവട്ടെ, പത്തനംതിട്ട ആവട്ടെ, തെക്കൻ കേരളത്തിലാണ്. യഥാർത്ഥത്തിൽ ആ സർവേ കണ്ട BJP നേതൃത്വം ഷഫീദെ ഞെട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചത് 1 സീറ്റായിരുന്നു. ആ സീറ്റിന് പുറത്തേക്ക് സ്വാഭാവികമായും പ്രവചനങ്ങൾ വരുമ്പോൾ അത് സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വോട്ട് ഷെയർ കൂട്ടാൻ കഴിയും എന്നുള്ളൊരു സൂചന BJPയെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങൾ, ആ 6 മണ്ഡലങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേകളിൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്ന 3 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, അതേപോലെ തന്നെ പത്തനംതിട്ട അടക്കമുള്ള ആറ്റിങ്ങൽ, ഈ 3 മണ്ഡലങ്ങളും തിരുവനന്തപുരം തെക്കൻ മേഖലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി തെക്കൻ മേഖലയിലെ മറ്റു മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അൺപ്രഡിക്റ്റബിൾ ആണ് എല്ലാ മണ്ഡലങ്ങളും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദേശീയ ശ്രദ്ധയാകർഷിച്ച തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണപ്പോര് നടന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് അടിയൊഴുക്ക് ഏത് ദിശയിലേക്കെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മത്സരം കടുപ്പിച്ചു, അതല്ലെങ്കിൽ പ്രവചനങ്ങൾക്ക് അതീതമാക്കിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ CPM കളത്തിലിറക്കിയതാണ്. അവിടെയും അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സിറ്റിംഗ് MP അടൂർ പ്രകാശിന്റെ സ്വാഭാവികമായുള്ള ജനപിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായ മണ്ഡലം കൂടിയാണ്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ സിറ്റിംഗ് MPയെ നേരിടാൻ MLA സിനിമാ താരവുമായ M മുകേഷിനെ ഇറക്കി. അവിടെയും നമുക്കറിയാം സ്വാഭാവികമായും വലിയ പോരാട്ടം നടന്ന മണ്ഡലമാണ്. ഇനി ആലപ്പുഴയിലാകട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒറ്റ തുരുത്ത, പ്രതീക്ഷയുടെ തുരുത്തായി മാറിയ ആലപ്പുഴ മണ്ഡലം, ആ ആലപ്പുഴ മണ്ഡലം നിലനിർത്തുക CPMനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതേസമയം അവിടെ ദേശീയ നേതാവ് KC വേണുഗോപാലിനെ തന്നെ ഇറക്കി പരീക്ഷണം നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ശോഭാ സുരേന്ദ്രന്റെ ഇമ്പാക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും നിർണായകമായി മാറുകയും ചെയ്യും. പത്തനംതിട്ടയിലേക്ക് വന്നാൽ നമുക്കറിയാം
പത്തനംതിട്ടയിൽ CPM ഇറക്കിയത് തോമസ് ഐസക്കിനെ ആയിരുന്നു. സിറ്റിംഗ് MP-യിൽ നിന്ന് സീറ്റ് തിരിച്ചെടുക്കാനുള്ള CPM-ന്റെ തന്ത്രം അതായിരുന്നെങ്കിൽ മാവേലിക്കരയിൽ CPI-യുടെ സീറ്റായിരുന്നു. അവിടെ കൊടിക്കുന്നിലിനെ വീഴ്ത്താൻ അവരുടെ യുവജനമുഖം CPI-യുടെ വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. വി മുരളീധരൻ പോലും ആറ്റിങ്ങൽ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ വി മുരളീധരൻ പോലും ആറ്റിങ്ങൽ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പൊ BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതല്ലാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പോലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം ആക്സിസുമായി ഇന്ത്യ പറഞ്ഞു എന്ന് തോന്നുന്നു. ഷഫീദ്, അശ്മി, ഉറപ്പായിട്ടും. കാരണം സംസ്ഥാന നേതൃത്വം BJP സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതീക്ഷിച്ചത് തൃശ്ശൂർ മാത്രമാണ്. അവിടെ ഒരു അട്ടിമറി സാധ്യത ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നു. ഈ തിരുവനന്തപുരം പോലും ഒരു മിയർ പോസിബിലിറ്റി, ഒരു ചെറിയ സാധ്യത മാത്രമായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലുള്ളത്. ആറ്റിങ്ങലിൽ വോട്ട് ഷെയർ കൂട്ടും, പ്രത്യേകിച്ച് അവിടെ BJP-യുടെ അകത്ത് തന്നെ ഒരു വലിയ പോരാട്ടം നടന്നിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ട് അത് ഉറപ്പാക്കുക എന്നുള്ള വി മുരളീധരന്റെ അല്ലെങ്കിൽ വി മുരളീധര പക്ഷത്തിന്റെ സ്വാഭാവികമായുള്ള പ്രവർത്തനം ആറ്റിങ്ങൽ നടക്കുമ്പോൾ വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു സൂചന BJP-യെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അപ്രതീക്ഷിത പ്രവചനം ഈ എക്സിറ്റ് പോൾ സർവേകളിൽ ഉണ്ടായി. അതിന്റെ ഒരു ഞെട്ടൽ സ്വാഭാവികമായും BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതേസമയം ആറ്റിങ്ങൽ നമുക്കറിയാവുന്ന പോലെ തന്നെ അടൂർ പ്രകാശ് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ മത്സരങ്ങളിലും അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളൊക്കെ നടത്തിയ ആളാണ്. ഈ LDF-നെ സംബന്ധിച്ച് അവരുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ പാർട്ടി കേഡർ ഒന്നാകെ ആറ്റിങ്ങലിലേക്ക് സംഘടിച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആറ്റിങ്ങലിൽ എന്ത് വിധി എഴുതും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായി മാറും. ബൽറാം നെടുങ്ങാടി ഉത്തർപ്രദേശിലാണുള്ളത്. ബൽറാം, അവിടെ UP-യിൽ നമ്മൾ കണ്ടതാണ്. അവിടെ സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും റാലികൾ കൊന്നൊഴിയാതെ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നതും 2 ലക്ഷം ആളുകളെ പ്രതീക്ഷിച്ചെടുത്ത ആളുകൾ 3 ലക്ഷമാകുന്നതും ആ 3 ലക്ഷം ആളുകളുടെ തള്ളിക്കയറ്റം കാരണം പരിപാടിയിൽ സംസാരിക്കാനാവാതെ നേതാക്കൾക്ക് മടങ്ങേണ്ടി വരുന്നതും എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ വലിയ ആരവം കണ്ടതാണ്. പക്ഷേ ആരവം ഒന്നും വോട്ടായി മാറുന്നില്ല എന്ന ഈ എക്സിറ്റ് പോളിൻ്റെ പ്രവചനങ്ങളെ അവിടുത്തെ സമാജ്വാദി പാർട്ടി കാണുന്നത് എങ്ങനെയാണ്, കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എങ്ങനെയാണ്? ബൽറാം, ഹാഷ്മി, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയിൽ തന്നെയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത് അഖിലേഷ് യാദവ് തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചരണ വേദികളിൽ കണ്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ആത്മവിശ്വാസം എന്നുള്ളത്. ഈ പ്രചാരണ വേദികളിലെ ആൾക്കൂട്ടം, ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി എത്തുന്ന ചില പ്രതികരണങ്ങൾ എന്നിവയിൽ പൂർണ്ണമായും ആത്മവിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ പോലും ഇന്ത്യ സഖ്യം എന്നുള്ളത്. ഇതുകൂടാതെ മറ്റ് ചില BJP-ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും തങ്ങൾക്ക് അനുകൂലമായി വോട്ടായി മാറും എന്ന് ഇന്ത്യ സഖ്യം കണക്കാക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ ഗുജറാത്ത് ലോബി ശ്രമിക്കുന്നു എന്നുള്ളതിൽ രോക്ഷമുണ്ട് ഉത്തർപ്രദേശിലെ BJP അണികൾക്കെന്നും അത് വോട്ടായി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകും എന്ന തരത്തിലുള്ള വിലയിരുത്തൽ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഒപ്പം ആണ് ജാതി സെൻസസും അടക്കമുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിലും കേന്ദ്ര ഭരണത്തിന് എതിരായ വികാരവും അനുകൂലമാകുമെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ പലപ്പോഴും അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ വേദികളിൽ പങ്കെടുത്ത് മടങ്ങുന്ന അണികൾ പലരും BJP-ക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന പ്രതികരണങ്ങളും ഉത്തർപ്രദേശിൽ നിന്ന് വന്നു. BJP-യെ സംബന്ധിച്ച് ഏറ്റവും ഗ്രൗണ്ട് വർക്ക് ചെയ്ത ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കാരണം അയോധ്യ രാമക്ഷേത്രം ഇത്തവണ അനുകൂലമായ ഒരു തരംഗം 80-80 നേടാൻ ഉപകരിക്കുമെന്നാണ് BJP തുടക്കം മുതൽ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഒട്ടേറെ ഘടകങ്ങൾ, സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം, അനുകൂലമായ സംസ്ഥാന ഭരണം എന്നിവ എല്ലാം തന്നെ അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇതിനൊപ്പമാണ് ഈ സൗജന്യ റേഷൻ 5 വർഷത്തേക്ക് കൂടി തുടരും എന്നതും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പ്രചരണമാക്കിയതും ഗുണം ചെയ്യും എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ഇത് ഈ എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം തന്നെ BJP-ക്ക് അനുകൂലമായ ഒരു തരംഗം ആണ് പ്രവചിക്കുന്നത്. 66 മുതൽ 71 വരെ സീറ്റുകളാണ് വിവിധ സർവേകൾ BJP-ക്ക് ഉത്തർപ്രദേശിൽ. എന്തായാലും ഉത്തർപ്രദേശ് പിടിക്കുന്നവർ രാജ്യം പിടിക്കുമെന്നുള്ളത് രാജ്യത്തിന്റെ കാഴ്ചയാണ്. ഇക്കുറിയും അതങ്ങനെ തന്നെ ആവാനേ വഴിയുള്ള അവിടെ. പക്ഷേ ഇക്കുറി BJP-യുടെ അപ്രമാദിത്വത്തെ ചെറുക്കാൻ കഴിയും ഒരു പരിധിവരെയെങ്കിലും ഇന്ത്യ സഖ്യം കരുതി. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അവിടെ എന്താണ് ഹിന്ദുത്വത്തിന് നല്ല വളക്കൂറുള്ള മണ്ണ്, രാമക്ഷേത്രത്തിൻ്റെ ഒരു വൈബ്, അതോടൊപ്പം യോഗി ആദിത്യനാഥിന്റെ ക്രിമിനൽസ് ഇല്ലാതാക്കാൻ നടന്ന ശ്രമങ്ങളൊക്കെ BJP-ക്ക് കൂട്ടത്തോടെ വോട്ടുകൾ കൊണ്ടുവരുന്നു. ഇക്കുറിയും UP-യിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റമില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ. പക്ഷേ ആക്ച്വൽ പോൾ വരേണ്ടതെന്നാണ് ജൂൺ 4-ാം തീയതിയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മഹാരാഷ്ട്രയിൽ. ശ്രീനാഥ്, മഹാരാഷ്ട്രയിലും ഇക്കുറി അപ്പോൾ ഇന്ത്യ സഖ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ്. ആ മഹാരാഷ്ട്രയിൽ BJP-ക്ക് NDA സഖ്യത്തിനൊരു ക്ഷീണം പ്രവചിക്കുന്നുണ്ടെങ്കിൽ കൂടിയും
ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ക്ഷീണം അവിടെ NDAക്ക് ഒരു സർവേയും പ്രവചിക്കുന്നില്ല. എക്സിറ്റ് പോളിന്റെ തൊട്ട് പിറ്റേന്നാൾ വോട്ടെണ്ണാൻ ഇനി 48 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്കൽ ക്യാമ്പുകൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ശ്രീനാഥ്? ഹാഷ്മി, UP കഴിഞ്ഞാൽ ഏറ്റവും അധികം MP മാരെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 48 ഏതാണ്ട് 45-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നതാണ് NDAയുടെ അവകാശവാദം. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത്രയും സീറ്റുകൾ പ്രവചിക്കുന്നില്ല. കഴിഞ്ഞ തവണ 2019 41 NDAയുടെ സംഖ്യ. അന്ന് 23 സീറ്റ് BJP നേടിയപ്പോൾ 18 സീറ്റ് ശിവസേന നേടി. പിന്നീട് ശിവസേനയിൽ പിളർപ്പുണ്ടാവുന്നു, ശിവസേന മുന്നണി വിടുന്നു, പിളർപ്പുണ്ടാവുന്നു, NCPയിൽ പിളർപ്പുണ്ടാവുന്നു. ഈ പിളർന്നു വന്ന് രണ്ട് വിഭാഗങ്ങളെ ഒപ്പം കൂട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും തന്നെ അന്നത്തെ ഈ 41-ന് മുകളിൽ ഒരു സീറ്റ് പ്രവചിക്കുന്നില്ല. ഒരുപക്ഷെ 35 36 ശരാശരി സീറ്റുകളിലേക്ക് വരാം എന്നതാണ് പ്രവചനം. അതുകൊണ്ട് UP കഴിഞ്ഞാൽ ഏറ്റവും അധികം MP മാരെ സംഭാവന ചെയ്ത സംസ്ഥാനത്ത് വലിയൊരു സംഖ്യ നേടാനുള്ള സാധ്യത ഇപ്പോൾ NDAക്ക് ഇല്ല എന്ന് പൊതുവെ പറയാം. രണ്ട് തരം എക്സിറ്റ് പോൾ ഫലങ്ങളാണ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ദേശീയ ഏജൻസികൾ, ദേശീയ ചാനലുകളൊക്കെ തന്നെ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDAക്ക് വലിയ മുൻതൂക്കമുണ്ടെങ്കിൽ സംസ്ഥാനത്തിനകത്തെ ഇപ്പോൾ TV9 പോൾസ്റ്റാറ്റ് പോലെയുള്ള സർവേ ഫലങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുൻതൂക്കമുണ്ട്. ABPയുടെ സർവേ പരിശോധിക്കുമ്പോൾ, TV9ന്റെ സർവേ പരിശോധിക്കുമ്പോൾ 25 സീറ്റ്, അതായത് 23 NDAക്ക് ആണെങ്കിൽ 2 സീറ്റ് അധികം ഇന്ത്യ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് രണ്ട് മുന്നണികളും വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിലും അവിടെ വെച്ച് പുലർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകും. പക്ഷേ ആ ചിത്രം വ്യക്തമാകുന്നതിനോടൊപ്പം രണ്ട് പാർട്ടികളുടെ ഭാവി കൂടി ഇനി എങ്ങനെയാകും എന്ന് മഹാരാഷ്ട്രയിൽ അറിയാൻ കഴിയും. ശിവസേനയിലെ പിളർപ്പിന് ശേഷം ഏതാണ് യഥാർത്ഥ ശിവസേന, ജനങ്ങളും വോട്ടർമാരും ആർക്കൊപ്പം എന്ന് തെളിയിക്കാനുള്ള അവസരം ഇരു പാർട്ടികളുടെയും ഇരു വിഭാഗങ്ങൾക്ക് മുന്നിലുണ്ട്. നിലവിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇപ്പോൾ ഉദ്ധവിനും ശരത് പവാർ ക്യാമ്പിലുമാണ് കൂടുതൽ ആശ്വാസം. ഒരുപക്ഷെ ഷിൻഡെ വിഭാഗം വലിയ ക്ഷീണം നേരിട്ടാൽ മുഖ്യമന്ത്രി പദത്തിൽ പോലും മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ. എന്തായാലും ആ പാർട്ടികളെ ഭിന്നിപ്പിച്ചത് അല്ലെങ്കിൽ ആ പാർട്ടികളെ പിളർത്തുക എന്നതല്ല അതിന് വിളിക്കേണ്ടത്. പക്ഷേ ആ പാർട്ടികളെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള നീക്കം പോലും നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈ പറയുന്ന ശരത് പവാർ, ശിവസേന അഖണ്ഡമായി, കോൺഗ്രസ് സഖ്യം ഇതെല്ലാം കൂടി ചേർന്ന് നിന്നാൽ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവുണ്ടാവുകയും അതനുസരിച്ച് പിളർത്തുകയും ചെയ്തു. ആ പിളർപ്പ് അല്ലെങ്കിൽ ആ നീക്കം ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് ചില പ്രചരണങ്ങൾ, ചില നിരീക്ഷണങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ ദേശീയതലത്തിൽ വരുന്ന എക്സിറ്റ് പോളുകൾ ആ നിരീക്ഷണത്തോട് പൂർണ്ണമായി യോജിച്ച് നിൽക്കുന്നില്ലെങ്കിൽ കൂടി ശ്രീനാഥ് പറയുന്നത് പോലെ പോൾസ്ട്രേറ്റ് പോലെ പ്രാദേശികമായി നടത്തുന്ന, സംസ്ഥാനത്തിനുള്ളിൽ നടത്തുന്ന ചില സർവേകൾ ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റം നൽകുന്നുണ്ട്. നിസാം സൈദും ശ്രീജിത്ത് പണിക്കരും തുടരുന്നു. നിസാം, ഇവിടെ ഇപ്പോൾ ഇനി പറഞ്ഞ എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന സാമ്പിളുകൾ വളരെ ചെറുതാണ്. ഇത്രയും കോടി മനുഷ്യർ വോട്ട് ചെയ്തതിൽ ഏതാനും കുറച്ച് മാത്രം അതിൻ്റെ ദശാംശം മാത്രം ആളുകളുടെ സാമ്പിൾ നടത്തുന്ന ഈ എക്സിറ്റ് പോളുകൾ കാര്യമായി ഓതന്റിക് ആണോ ചോദിച്ചാൽ അല്ല എന്നതിന് കൃത്യമായി പറയാം. പക്ഷേ ഇത് കാലാകാലങ്ങളിലുള്ളതാണ്. അതൊരു ദിശാസൂചന നൽകാറുണ്ട്. 2004 36 പൊളിഞ്ഞ ഒരു ചരിത്രമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ദിശയാണ്, ഇതൊരു ദിശാസൂചികയാണല്ലോ. ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇതുവരെ ചരിത്രത്തിലാദ്യമായി, അല്ലെങ്കിൽ മോദിയുടെ ഉദയത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷം ഇരുമനസ് എന്നുള്ളത് മാറ്റി ഒരേ മനസ്സോടുകൂടി ഗ്രൗണ്ടിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ BJPയെ ചെറുക്കാൻ, NDAയെ ചെറുക്കാനുള്ള മാർഗങ്ങൾ ഇതൊന്നുമല്ല എന്നല്ലേ ഇത് കിട്ടുന്ന സൂചന? ശ്രീ നിസാം സെയ്ദ്. രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണിത്. രാജ്യത്ത് വിലക്കയറ്റം എല്ലാ കാലത്തെയും എല്ലാ സീമകളെയും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ നിരക്കിലെത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ എന്നത് വനിതാ ഗുസ്തി താരങ്ങളുടെയൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു ആക്ഷേപഹാസ്യമായി മാറിയിരുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്തും BJPക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് നാം വളരെ സസൂക്ഷ്മമായി പരിശോധിക്കാനേ വേണം. ഈ പ്രതിസന്ധികളെയൊക്കെ അപ്രസക്തമാക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന ഞാൻ പറയുമ്പോൾ അതൊരു വ്യാജ ബിംബം സൃഷ്ടിക്കാൻ BJPക്ക് കഴിയുന്നത് കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പുകളെയൊക്കെ അതിജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ ചോദിക്കുന്നത് വ്യാജ ബിംബങ്ങളെ പൊളിക്കാൻ കഴിയണ്ടേ? ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്താണ്? അത്തരം ബിംബങ്ങളെ പൊളിക്കുക എന്നുള്ളതാണ്. ശ്രീ നിസാം സിംഗ് ഓർത്തു നോക്കൂ, 5 വർഷം ഭരിച്ചു, അതിനുശേഷം 5 വർഷം കൂടി ഭരിച്ചു. ഈ പറയുന്ന ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ 2014 19 ഒന്നും ഗ്രൗണ്ടിൽ പോകുമ്പോൾ വിലക്കയറ്റം എന്ന വാക്കോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്ന വാക്കോ അല്ലെങ്കിൽ പരിവർത്തനം എന്ന വാക്കോ ഒന്നും കേൾക്കാൻ കഴിയാതിരുന്നതിന് വ്യത്യസ്തമായി ചരിത്രത്തിലാദ്യമായി എന്ന് വേണമെങ്കിൽ പറയാം ആ ഗ്രൗണ്ടിൽ അത് കേട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ആ ഗ്രൗണ്ടിൽ അത് ഇപ്പോൾ
ജോലിയില്ലാത്തതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയവർ പോലും പോയി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു മാജിക്കുണ്ട് നിസാം സെയ്ദ്. അത് പ്രതിപക്ഷ സഖ്യത്തിന് ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നേ ഇല്ല എന്നല്ലേ? അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഹാഷ്മി. ഒന്ന്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രൈമറി ആയിട്ട് വേണ്ടത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഉറപ്പ് വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്, ജുഡീഷ്യറിയാണ്, ഇന്ത്യയിലെ മാധ്യമങ്ങളാണ്, സിവിൽ സൊസൈറ്റിയാണ്. ഇവിടെ BJP അധികാരത്തിലെത്തിയ പിന്നെ വളരെ സ്വാഭാവികമായി അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ സ്ഥാപനങ്ങളെയെല്ലാം അവരുടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ വളരെ ബ്ലേറ്റന്റ് ആയ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ വയലേഷൻ നടന്നിട്ട് പോലും നരേന്ദ്രമോദിക്ക് ഒരു നോട്ടീസ് അയക്കാൻ പോലും ധൈര്യമില്ലാത്ത ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. വർഗീയ പ്രചരണം നടത്തിയതിന് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നിരോധിച്ച, അവരുടെ ഇലക്ഷൻ റദ്ദ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണങ്ങൾ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്നതായിരുന്നു സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം. അതിനെ ഒന്ന് കണക്കിലെടുക്കാൻ പോലുമുള്ള ഒരു മനസ്ഥിതിയോ ഒരു സൗകര്യമോ അതിനുള്ള സ്വാതന്ത്ര്യമോ ഒരു ഇലക്ഷൻ കമ്മീഷനല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം, ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഈ ഇലക്ഷൻ. ഏതാണ്ട് 2-3 മാസക്കാലത്തോളം പരന്നു കിടന്ന കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിയാത്ത ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ശരി, ഇതൊക്കെ എന്താണ് 100% തെറ്റ് എന്ന് ഞാൻ പറയില്ല. അതിൽ ശരികളുണ്ടെന്ന് പറയുമ്പോഴും ശ്രീ നിസാം സെയ്ദ്, ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? ആത്യന്തികമായി ജനം പോയി വോട്ട് ചെയ്യുന്നതാണ് കാരണം. ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി ജനം പോയി BJPക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് BJP ജയിക്കുന്നത് എന്ന് സംബന്ധിച്ചാൽ തന്നെ. ശരി, ഞാൻ തിരികെ എത്താം. ശ്രീധരേക്കാണ് ഇടപെടുക. ഞാൻ എത്താം. ശ്രീത് പണിക്കർ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴാണല്ലോ, അതിനു മുമ്പ് ഇത് തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്ന നറേറ്റീവിൽ തന്നെ നിൽക്കുകയായിരുന്നു എല്ലാവരും. എന്ന് പറഞ്ഞാൽ 2014 2019 ഇമോട്ടീവായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നറേറ്റീവ് പ്രചരണ വിഷയങ്ങൾ എന്തായാലും ഉണ്ട്. അത് 2014 അഴിമതി വിരുദ്ധത എന്നുള്ളതാണെങ്കിൽ, 2019 ബലാക്കോട്ട, പുൽവാമ, അതിദേശീയത ഒക്കെ വന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. 2024 ഒരു സാധാരണ തെരഞ്ഞെടുപ്പിൽ, തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കമുള്ള ഗ്രൗണ്ടിൽ കാര്യമായി ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ 400 മുകളിൽ എന്നൊക്കെ പറയുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഉപ്പ് തൊടാതെ അങ്ങ് വിഴുങ്ങാൻ കഴിയുമോ ശ്രീത് പണിക്കർ? അല്ല, 400 മുകളിൽ എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുൻപ് തന്നെയും ഞാനതിന് പൂർണ്ണമായും വില കൊടുത്തിരുന്ന ഒരാളല്ല. 300 മുകളിൽ കിട്ടാനുള്ള സാധ്യത വളരെ പ്രബലമാണ്. 350 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ 400 എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. ഒരുപക്ഷെ BJP അവർക്ക് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന, അവരുടെ കാര്യകർത്താക്കൾക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റാണ്. അതിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നില മെച്ചപ്പെടുത്താൻ. അല്ലെങ്കിൽ ചോദ്യം അതായിരുന്നു എന്ന് പറഞ്ഞാൽ 400 പാർ എന്ന് പറയുന്നത് BJP അവരുടെ അണികളെ, അല്ലെങ്കിൽ ഉറപ്പായും ഇലക്ഷൻ ഇപ്പം എന്താണ് ഒരു ഇലക്ഷൻ പ്രചരണത്തിന് സ്കൈ ഈസ് ദ ലിമിറ്റ്, അവർക്ക് 572 വേണേ കിട്ടുമെന്നൊക്കെ പറയാമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു. ഞാൻ ചോദിച്ചത് ആ പ്രഖ്യാപനത്തിന് അനുസൃതമായി 400 മുകളിലേക്ക് പറയുന്ന 3 സർവേകൾ വരെയാണ്, ഈ ആക്സിസ് മൈ ഇന്ത്യ അടക്കം. ശ്രീത് പണിക്കർ, അതെ, അല്ല നോക്കൂ, റിയലിസ്റ്റിക് ആയിട്ട് 543 വേണമെങ്കിൽ കിട്ടാമെന്നൊക്കെ അവർക്ക് പറയാമെങ്കിലും അത് അൺറിയലിസ്റ്റിക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ 400 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അവർ വെക്കുന്നു. ആ ടാർഗറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചിട്ടയായ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഉദാഹരണത്തിന് TDPയുമായി ചേർന്ന് ആന്ധ്രാപ്രദേശിൽ ഒരു സഖ്യത്തിലേക്ക് പോകുന്നു. ആ സഖ്യ സാധ്യതകൾ എന്തൊക്കെയാണ്, അവരുടെ BJPക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന സീറ്റുകളെ എങ്ങനെ അത് ഗുണപരമായിട്ട് സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതേപോലെ തെലങ്കാനയിൽ BJPക്ക് സീറ്റുകൾ കൂട്ടാനുള്ള സാധ്യത എന്തായിരുന്നു അവർ ആരാഞ്ഞത് എന്നതിനെപ്പറ്റി നമുക്കറിയാം. കേരളത്തിലും തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കൊണ്ടുപിടിച്ച ക്യാമ്പയിൻ നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ലുക്ക് സൗത്ത് എന്ന രീതിയിലുള്ള ഒരു പോളിസി BJPക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലായിരുന്നു കേരളം പോലെയുള്ള മണ്ഡലങ്ങൾ എന്നതുകൊണ്ട് കൂടുതൽ സമയം പ്രധാനമന്ത്രിക്ക് ആദ്യഘട്ടത്തിൽ ഇവിടെയൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അലയൻസസ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും PMK പോലെയുള്ള ചില കക്ഷികളുമായിട്ടൊക്കെ തന്നെ അവർ അലയൻസിലേക്കൊക്കെ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ സാധ്യതകളൊക്കെ തന്നെ അവരവിടെ നോക്കിയിരുന്നു. അപ്പോൾ ഈസ്റ്റിലും അല്ലെങ്കിൽ സൗത്തിലും ഒക്കെ തന്നെ കൂടുതലായിട്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്ലാനിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അണ്ണാമലയെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാകുമെന്ന രീതിയിൽ BJPയുടെ ദേശീയ നേതാക്കൾ തന്നെ പല കോൺക്ലേവുകളിലും സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ഒരു വശമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ശ്രീ നിസാർ,
നിസാം തന്നെ ഇവിടെ പറയുന്നത് വ്യാജ നിർമ്മിതി എന്താണ് ഒരു വ്യാജ ബിംബം, നരേന്ദ്രമോദി എന്ന ഒരു വ്യാജ ബിംബത്തിനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ആ ബിംബത്തിനെ തകർക്കുക എന്ന് പറയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷത്തിന് ആ ബിംബത്തിനെ തകർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രക്രിയകളും തടസ്സമാകേണ്ടതില്ല. കാരണം പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് പ്രാദേശികമായിട്ട് ഗുജറാത്തിൽ വെച്ചിട്ടാണെങ്കിലും അതിനുശേഷം 2014 മുതൽ ദേശീയ തലത്തിലാണെങ്കിലും പ്രതിപക്ഷം നിരന്തരമായിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും, എന്നാൽ ആ ശ്രമത്തിൽ അതിനെന്തെങ്കിലും ഒരു വിശ്വാസ്യതയുണ്ട് എന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലെ ഇലക്ടറേറ്റ് അതിനെ സ്വീകരിക്കാതെ ആ വാദത്തിനെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അതിന്റെ പേരിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന രീതിയിലത്തേക്ക് നമ്മൾ അതിൽ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ട്, നമ്മൾ ഇതിലൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിനെ പറ്റി പറഞ്ഞു. അത് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ പല പ്രസ്താവനകൾക്കും ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഏപ്രിൽ 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ പേരിൽ നോട്ടീസ് അയച്ചു. അവിടെയും ലെവൽ പ്ലേയിങ് ആണ്. കാരണം രാഹുൽ ഗാന്ധി നടത്തിയിരുന്ന ആ പ്രസംഗത്തിന്റെ പേരിൽ BJP കംപ്ലയിന്റ് ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ആഗ്രഹം രാജ്യത്ത് ഒരു മതവും ഒരു ഭാഷയും നടപ്പാക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പോളിസിയാണ് പ്രധാനമന്ത്രിയുടേത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. കേരളത്തിലടക്കം അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവര് കംപ്ലയിന്റ് ഫയൽ ചെയ്തു. കംപ്ലയിന്റ് ഫയൽ ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കല്ല അതിന് വിശദീകരണം ചോദിച്ച് നോട്ടീസ് അയച്ചത്. അത് അയച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ ചീഫിനാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. അതേപോലെ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പരാതി വന്നപ്പോൾ അതേപോലെ തന്നെ നോട്ടീസ് അയച്ചു. ആർക്കാണ്? BJP ചീഫ് JP നദ്ദയ്ക്കാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അത് ലെവൽ പ്ലേയിങ് ഫീൽഡ് തന്നെയാണ്. ഈ രണ്ട് സ്ഥലത്തും നോട്ടീസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് ഏപ്രിൽ 25 അയച്ചു. അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ അത് അയച്ചു. അത് പിന്നീടുള്ള കംപ്ലൈന്റുകൾക്കും അതേപോലെയുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ആത്യന്തികമായിട്ട് ശ്രീ ഹാഷ്മി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിവിടെ നരേന്ദ്രമോദി ഏറ്റവും വലിയ വർഗീയവാദിയാണ്, ഏറ്റവും വലിയ വ്യാജ ബിംബമാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേവലം നമ്മൾ ഈ ചാനൽ സ്റ്റുഡിയോകളിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരോ അവതാരകരോ നിരീക്ഷകരായി വരുന്ന ആൾക്കാരോ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഫലമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പോയി വോട്ട് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഇവിടെ ആൾക്കാരെ അവരുടെ ജീവിതത്തെ പല പല മേഖലകളിൽ സ്പർശിക്കുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഗുണം ഒരുപക്ഷെ DBT ആയിട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു വെൽഫെയർ സ്കീമിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ കണക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 90,000 സ്ത്രീകൾക്ക് വാരണാസി മണ്ഡലത്തിൽ, നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 90,000 സ്ത്രീകൾക്കാണ് ഈ പ്രധാനമന്ത്രി മാതൃവന്ദന സ്കീം അനുസരിച്ചിട്ട് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള പോഷകാഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള DBT സ്കീമിന്റെ ബെനിഫിഷ്യറികളായി മാറി. നൽകുന്ന ആ പദ്ധതി പോലും വലിയ നേട്ടമുണ്ടായി എന്ന് ആ മേഖലയുള്ളവർ പറയുന്നു. ഞാൻ എത്താം ശ്രീത് പണിക്കർ. ഞാൻ ശ്രീകാന്ത് ചേരും നമ്മുടെ തൃശ്ശൂർ അടക്കം വിവരങ്ങൾ പറയാൻ, ദീപക് നർമ്മണം കോഴിക്കോട് വടകരയൊക്കെ പറയാൻ ചേരും ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എക്സിറ്റ് പോൾ ഒരുപക്ഷെ BJP പോലും ഞെട്ടിയ NDAയുടെ മുന്നേറ്റം പ്രവചിക്കുന്ന എക്സിറ്റ് പോളിന് ശേഷം രാജ്യ തലസ്ഥാനത്തടക്കം നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ എന്താണ്, നടക്കുന്ന മുന്നൊരുക്കങ്ങൾ എന്താണ്, നടക്കുന്ന യോഗങ്ങൾ എന്താണ്, കണക്കുകൂട്ടൽ എങ്ങനെ? പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ശ്രീകാന്ത്, ദീപക് നർമ്മണം എന്നിവർ ചേരുന്നുണ്ട്. ശ്രീകാന്തിലേക്ക് ആദ്യം. ശ്രീകാന്ത്, ഇവിടെ 1 മുതൽ 4 വരെ BJPക്ക് പ്രവചിക്കുന്നതിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പറയുന്നതിലൊക്കെ ഏറ്റവും പ്രധാനം തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൽ ഇക്കുറി സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് BJPക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കുമെന്ന് ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളുകളും ഉറപ്പിച്ച് പറയുകയാണ്. ശ്രീകാന്ത്, എന്താണ് തൃശ്ശൂരിലെ ഒരു പൊതു സാഹചര്യം? എന്താണ് തൃശ്ശൂരിലെ CPMന്റെയും കോൺഗ്രസിന്റെയും ഒരു പ്രതീക്ഷ? അതായത് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നല്ലോ BJP കിട്ടും, പക്ഷേ അത് കോഴിമുട്ട പോലിരിക്കുന്ന റിസൾട്ട് ആയിരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ശ്രീകാന്ത്, ഹഷ്മി, BJP സംസ്ഥാനത്തേറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അത് മധ്യ കേരളത്തിലാണ്, അത് തൃശ്ശൂരാണ്. അവിടെ സിനിമാ താരം സുരേഷ് ഗോപി കഴിഞ്ഞ 2019 മത്സരിക്കാൻ വന്നതുപോലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായല്ല വന്നത്. അദ്ദേഹം അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ പ്രവർത്തിച്ച് അവരിൽ ഒരാളായി മാറിയാണ് അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമായി നിന്നത്. അതിൻ്റെ ഒരു എഡ്ജുണ്ട് എന്ന് സുരേഷ് ഗോപി കരുതുന്നു, പാർട്ടി കരുതുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടുകളിലും യുവ വോട്ടർമാരിലും നല്ലൊരു വിഭാഗം പിന്തുണയ്ക്കും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും BJP ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കണക്കുകൂട്ടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നിലവിൽ ഇന്ന് തന്നെ BJP നേതാക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടലിൽ 20 മുതൽ 22% വരെ വോട്ടുകളാണ് സംസ്ഥാനത്താകെ പാർട്ടി പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഈ എക്സിറ്റ് പോളുകളിൽ വരുന്നത് 27 മുതൽ 28% വരെ വോട്ടാണ്. അങ്ങനെയെങ്കിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിലാണ്, ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആ വോട്ട് വിഹിതം കൂടേണ്ടത്.
തൃശ്ശൂരിൽ അങ്ങനെ ഒരു വർധന ഉണ്ടാകും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPIയും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് കെ മുരളീധരൻ BJPക്ക് വലിയ മറുപടിയുമായി രംഗത്ത് വന്നു. ആ കോഴിമുട്ടയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പക്ഷേ അപ്പോഴും നെഞ്ചിടിപ്പുണ്ട് കോൺഗ്രസിനും ഒപ്പം CPIക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വലിയ ഫൈറ്റ് BJP അവിടെ ഇട്ടിട്ടുണ്ട്. എഴുതിത്തള്ളാനാവാത്ത വിധം ഒരു ശക്തി തന്നെയാണ് തൃശ്ശൂരിൽ BJP എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 4-ാം തീയതി വരെ മറ്റന്നാൾ വരെ എന്തായാലും നമുക്ക് തൃശ്ശൂർ പ്രചരണ മേഖലയിൽ അവിടെ പോയവർക്കറിയാം, ഇഞ്ചോടും ചെന്ന് പറഞ്ഞാൽ 3 പേർക്കും വേണമെങ്കിൽ ജയിക്കാം എന്ന തരത്തിലേക്കായിരുന്നു അത് അവിടുത്തെ പ്രചരണം പൂർത്തിയായ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അതിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് സുരേഷ് ഗോപി NDA എന്ന് പറയുന്നു, ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളുകളും. ഞാൻ ദീപക് ധർമ്മടത്തിലേക്ക് പോകും. ദീപക്, അവിടെ സുരേഷ് ഗോപിക്ക് 1 മുതൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ, തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കം പരമാവധി BJPക്ക് 4 സീറ്റുകൾ വരെ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുമ്പോൾ LDFന് 0 സീറ്റുകൾ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ വരെയുണ്ട്. കേരളത്തിൽ LDFന് 29% അവരുടെ വോട്ട് ഷെയർ താഴുകയും BJPക്ക് 27% ഉയരുകയും ചെയ്യുമെന്ന് പറയുന്ന എക്സിറ്റ് പോളുകൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ 2% LDFും NDAയും തമ്മിലുള്ള വോട്ട് ഷെയർ. അവിശ്വസനീയമാണ്. ഈ കണക്കുകളെ LDF ക്യാമ്പ് CPM നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ദീപക്? ആഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIM മാത്രമല്ല, ഒരു പാർട്ടി നേതൃത്വവും ഈ എക്സിറ്റ് പോളിനെ അതേപടി ശരിവെക്കുന്നില്ല. ആഷ്മിയും ചില നേതാക്കളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. അവരെല്ലാം തന്നെ എക്സിറ്റ് പോളിനെ ഒരു സൂചനയായല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഇത് അതേപടി ശരിയാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം സാമ്പിൾ സർവേയുടെയൊക്കെ രീതികൾ നമുക്കറിയാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 0 സീറ്റായിരിക്കും ഇടതുമുന്നണിക്ക് എന്ന് ചില എക്സിറ്റ് പോൾ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് CPIM ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. CPIM ക്യാമ്പ് വളരെ കൃത്യമായി പുറത്ത് പരസ്യമായി പറയുന്നില്ലെങ്കിലും കൂടുതൽ സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും 4 മുതൽ 8 വരെ സീറ്റുകളാണ് CPIM ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. അതിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലമായിരിക്കും. അത് കഴിഞ്ഞാണ് മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പറയുന്നത്. അതായത് നിലവിൽ സിറ്റിംഗ് മന്ത്രിയായ K രാധാകൃഷ്ണൻ മത്സരിക്കുന്ന ആലത്തൂരായിരിക്കും ആദ്യം വോട്ടെണ്ണുമ്പോൾ ജയിക്കാൻ പോകുന്ന മണ്ഡലം എന്നാണ് CPIM ക്യാമ്പ് കണക്കൂട്ടുന്നത്. ഒരുപക്ഷെ നമ്മളും മാധ്യമപ്രവർത്തകർ വിലയിരുത്തുമ്പോഴും CPIMന് ഏറ്റവും കൂടുതൽ എഡ്ജുള്ള മണ്ഡലം CPIMന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന കണ്ണൂരിലെ, വടക്കേ മലബാറിലെ കോട്ടകളിലല്ല, കാസർഗോഡല്ല, ആലത്തൂരിലാണ് എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നു. മാത്രവുമല്ല, രാധാകൃഷ്ണന്റെ അവിടെയുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ, സ്വാധീനങ്ങൾ, പ്രതിച്ഛായ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിന് സാധ്യതയുണ്ട്. എന്നാൽ അതേ സമയത്ത് വടകരയിൽ ഈ പ്രാവശ്യം തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും അത്തരത്തിലുള്ള എഡ്ജ് CPIMന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായും മുസ്ലിം ന്യൂനപക്ഷ വോട്ടാണ്. സമസ്തയുമായി ലീഗിന് UDFന് തർക്കമുണ്ടെങ്കിൽ അത് എങ്ങനെ വോട്ടായി മാറി എന്നുള്ളത്, കൈപ്പത്തിയിൽ നിന്നും അരിവാള ചുറ്റികയിലേക്കുള്ള ഷിഫ്റ്റ് എത്രമാത്രം വോട്ട് ഷെയറിൽ സംഭവിച്ചു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗണ്യമായൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുമാനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ വിധി പ്രവചനാതീതമാവുകയും എന്നാൽ നിലവിൽ എഡ്ജ് UDFനാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അതേ സമയത്ത് ഒരു അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളുമുണ്ട് ആഷ്മി. എന്തായാലും എക്സിറ്റ് പോളുകൾ ഈ മട്ടിൽ വരും എന്ന കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, അതിൽ അവിശ്വസനീയമായി ഇപ്പോൾ 16 നിന്ന് 27% എന്ന വലിയ ഹൈക്കിലേക്ക്, വലിയ വോട്ട് ഷെയർ വർധനവിലേക്ക് ഒരു പാർട്ടി പോകുമെന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. പക്ഷേ ഇത്തരത്തിലാണ് എക്സിറ്റ് പോളെങ്കിൽ അത് ഒരു പാരഡൈം ഷിഫ്റ്റാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുന്ന ഒന്ന് തന്നെയാകും. അത് 4-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷേ